അപ്പം നമ്മൾ ഒരുപാട് ഓർഗാനിക് ആയിട്ട് ഹൈജീനിക് ആയിട്ട് നമ്മുടെ ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് ആഹാരം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സൂപ്പർ ഫുഡ്സിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം നമ്മുടെ മഞ്ഞളിൽ നിന്ന് ഒരു സൂപ്പർ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഗീതാസ് ഹോം ടു ഹോം നമ്മുടെ മഞ്ഞളിൽ നിന്ന് കുർക്കുമീൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫുഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന പ്രതിഭ മഞ്ഞളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നമ്മൾ ഫാക്ടറിയിൽ ഒന്നും പോയല്ല നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നേക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് അവരുടെ പാടത്ത് തന്നെ വന്ന് മഞ്ഞൾ വരെ അതിൻ്റെ ക്വാളിറ്റി വരെ കണ്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രോസസ്സ് മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇത് വൺ ഓഫ് ദ ഹയസ്റ്റ് കുർക്കുമിൻ കണ്ടന്റ് ഉള്ള പ്രതിഭ എന്ന് പറയുന്ന മഞ്ഞളാണിത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഗീതാസ് ഹോം ടു ഹോമിൽ എത്തിയിരിക്കുകയാണ്. ഗീത ചേച്ചിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നത് ഗീത ചേച്ചിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുർക്കുമീലിൻ്റെ വിശേഷങ്ങളാണ്. ചേച്ചി, കുർക്കുമീൽ ഇതെന്താണ്? എങ്ങനെ ഒരു പേരിട്ടത്? ഇതെന്താണ് സംഭവം? ഈ കുർക്കുമീൽ എന്നുള്ളൊരു പേര് നമുക്ക് മഞ്ഞളിനകത്തുള്ള കുർക്കുമിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ അബ്സോർഷൻ നടക്കുന്ന രീതിയിലുള്ളൊരു ഫുഡാണ് കുർക്കുമീൽ എന്ന് പറയുന്നത്. അത് നമുക്കൊരു 6 മാസം തൊട്ടുള്ള കുട്ടികൾക്ക് പോലും കൊടുക്കാവുന്ന ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു ഫുഡാണ്. അതായത് ഡേറ്റ്സ്, ടെർമറിക്, ബദാം, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ അത് IISRൻ്റെ ഓഫ് ക്യാമ്പസ് ഇൻക്യുബേഷനിലാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് പോലും സേഫ് ആയിട്ട് കൊടുക്കാവുന്ന ഒരു ഫുഡാണ്. അപ്പോൾ അതാണ് കുർക്കുമീൽ. കുർക്കുമീൽ നല്ലൊരു എനർജി ആൻഡ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. പിന്നെ കുർക്കുമീൽ ഇപ്പോൾ മൊത്തത്തിൽ ഒരു തരംഗമാണ്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയാണെങ്കിൽ നമ്മുടെ കുർക്കുമീൽ വെച്ച് വേറെ കുറച്ച് കാര്യങ്ങളൂടെ വികസിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. എന്താണ് ചേച്ചി അതൊക്കെ? അപ്പോൾ കുർക്കുമീലിൻ്റെ ബീവറേജ് സ്ട്രീം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതെ ഇത് കുർക്കുമീലിൻ്റെ സ്മൂത്തിയാണ്. ചേച്ചി, ഇതിൽ ശരിക്കും മഞ്ഞൾ അടങ്ങിയിട്ടുണ്ടോ? കാരണം നമ്മൾ സാധാരണ മഞ്ഞളിട്ട് എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ആ മഞ്ഞളിൻ്റെ ഒരു കുത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ സത്യമായിട്ട് ഇതിൽ എനിക്ക് മഞ്ഞൾ ഉണ്ടെന്നേ അറിയാൻ പറ്റുന്നില്ല. അത്ര നല്ല ടേസ്റ്റാണ്. നമ്മൾ മഞ്ഞൾ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ നമുക്ക് വലിയവർക്കായാലും മഞ്ഞൾ കയറുമ്പോൾ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അത് നമ്മൾ എത്ര നല്ലതാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് കഴിക്കാൻ മടിയായിരിക്കുമല്ലോ. അപ്പോൾ അത് കുട്ടികൾക്കും കൂടിയും ഇഷ്ടമാകുന്ന രീതിയിൽ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇത് നമുക്ക് IISRൽ അതുപോലെ ഫുഡ് സയൻറ്റിസ്റ്റുകളും കൂടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സയൻറ്റിഫിക് രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ് കുർക്കുമീൽ. ഇപ്പോൾ ഇത് സ്മൂത്തിയാണ് കഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഷേക്ക്, കുർക്കുമീൽ ഷേക്ക്, കുർക്കുമീൽ മിൽക്ക്, അതുപോലെ തന്നെ ഈ കുർക്കുമീൽ മിൽക്കിൽ ഇപ്പോൾ കോഫി ഇഷ്ടമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ കുർക്കുമീൽ മിൽക്കിൽ ആ കോഫി പൗഡർ ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ ടീ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ ടീ ബാഗ് ആഡ് ചെയ്യുക കുർക്കുമീൽ മിൽക്കിൽ. അപ്പോൾ കുർക്കുമീൽ ടീ ആയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു ഫുഡാണ്. എങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ കുർക്കുമിൻ കിട്ടുന്ന രീതിയിലാണ് ഈ ഫുഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എനിക്ക് അറിയേണ്ടത് നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു സ്റ്റോറിയാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ കുർക്കുമീൽ ബ്രാൻഡ് സക്സസ്ഫുൾ ആക്കിയെടുത്തത്? അത് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു കുർക്കുമീൽ എന്നുള്ളൊരു പ്രോഡക്റ്റ് ഈ ഒരു പരുവത്തിലെത്തിയിട്ടുള്ളത്. അതായത് 250 ദിവസം വേണം നമ്മുടെ ഈ കുർക്കുമീൽ എന്നുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ബോട്ടിലാക്കാൻ വേണ്ടിയിട്ട്. 250 ദിവസമോ? അതായത് നമുക്ക് ഇതിനകത്തുള്ള മഞ്ഞളും നമ്മൾ കൃഷി ചെയ്യുന്നതാണ്, നേരിട്ട് ഡയറക്റ്റ് കൃഷി ചെയ്യുന്നതാണ്. പ്രതിഭ എന്ന് പറയുന്ന മഞ്ഞളല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? അതെ അതെ, പ്രതിഭ 225 ദിവസം നമ്മൾ ക്രോപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സമയം എടുക്കുന്നുണ്ട്. കാരണം നമ്മളത് വിത്തിട്ടിട്ട് അതിന് ശേഷം അതിനെ നന്നായി ട്രീറ്റ് ചെയ്ത് വളർച്ച എത്തിയതിന് ശേഷമാണ് നമ്മളിത് ക്രോപ്പ് എടുക്കുന്നത്. അപ്പോൾ അതിന് 225 ദിവസം കഴിഞ്ഞതിന് ശേഷം ബാക്കി അതിൻ്റെ വാഷിംഗ് അങ്ങനെ പൊടിച്ച് അങ്ങനെ അത്രയും പ്രോസസ്സിലൂടെയാണ് ആ മഞ്ഞൾ തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഡേറ്റ്സിൻ്റെയും കൂടിയുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് എക്സ്പോകളിലൊക്കെ പങ്കെടുത്തിട്ടാണ്. കാരണം ഒരു ആദ്യകാലങ്ങളിലൊക്കെയോ? അതെ, തീർച്ചയായിട്ടും. കാരണം 1.5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് നമ്മൾ സാമ്പിൾ ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ എത്തിക്കുന്നതിന് മുൻപായിട്ട് തന്നെ. കാരണം നമ്മളത് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ തന്നെ എക്സ്പോ
എക്സ്പോകളിൽ പങ്കെടുത്ത് പല ഏജിലുള്ള കുട്ടികളായാലും അതുപോലെ മുതിർന്നവരായാലും അങ്ങനെയുള്ള എല്ലാ ഏജിലുള്ള ആളുകൾക്കും നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇപ്പോൾ ആമസോണിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്തത് അതിന് ശേഷമാണ്. ഇപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും പൊതുവേ ഇപ്പം എൻ്റെ ഫ്രണ്ട്സോ ഓണ്ടർപ്രണേഴ്സ് ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. അപ്പം നമ്മളത് ഒരുപാട് ഇങ്ങനെ മിസ്റ്റേക്സ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഒരുപാട് ലെവൽ കാണുമല്ലോ. അപ്പം ഇതിനും അങ്ങനെ ഒരുപാട് വട്ടം നമ്മൾ റീവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ എക്സ്പോകളിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഈ സാമ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്കുകൾ കിട്ടുന്നത്. അപ്പം അങ്ങനെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് ഒരു 3-4 തവണ നമ്മൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ IISRലെ ഫുഡ് സയൻറ്റിസ്റ്റോളും കൂടിയിട്ടാണ് ഈ ഫുഡ് സയൻറ്റിഫിക് രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന സേഫ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണത്. അത് കുർക്കുമിൻ അബ്സോർപ്ഷൻ നടക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ മിഷനറീസിനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മിഷനറി പോയി നോക്കിയിട്ടും നമുക്കതിനുള്ളതൊന്നും കിട്ടിയില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ ഒരു ടീമായിട്ട് തന്നെ ഞങ്ങളതിനെ ഡിസൈൻ ചെയ്തിട്ട് ഞങ്ങൾ ഒരു എൻജിനീയറെ കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. അങ്ങനെയാണ് ആ ഒരു മെഷീനറിക്ക് പോലും ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പം അത്രയും ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. ഇത് നിറയ്ക്കുന്ന മെഷീൻ നിറയ്ക്കുന്നതല്ല നമ്മുടെ ഇവിടെ തന്നെയാണ്. അതെ. അപ്പം അതിനുള്ള മെഷീൻ്റെ എഫേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു ടീമായിട്ട് അത് വരച്ചതിന് ശേഷം അവരെ കൊണ്ട് പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ സ്റ്റിക്കർ, അപ്പൊ അതൊക്കെ ഒരുപാട് ബാച്ചുകൾ നമ്മൾ മാറ്റിയതിന് ശേഷമാണ് ഇപ്പൊ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്കിന്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് ഈ കുറുക്കുമീനിൽ എത്തിയത്. അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ചേച്ചി എന്നോട് പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ ഈ ഒരു ബോട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ ഏകദേശം 250ഓളം ദിവസം പിടിക്കുമെന്ന്. അപ്പോൾ ഈ പ്രതിഭ എന്ന് പറയുന്ന മഞ്ഞൾ നടുന്നത് തൊട്ട് ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റായ കുറുക്കുമീൽ വരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേച്ചി എംപവേർഡ് ആയ കൂടെ ഒരുപാട് ആൾക്കാരെ എംപവേർഡ് ആക്കി. അതെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കർഷകർ തന്നെ 350ഓളം പേരുണ്ട്. അതിൽ 150 പേരെന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരാണ്. അത് ഇപ്പോൾ ചെറിയ സ്ഥലത്ത്, ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലത്ത് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വീട്ടമ്മമാർ തന്നെ നമ്മുടെ ഒപ്പം കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് പുറമെ ഇപ്പം നമ്മുടെ ഓഫീസിലായാലും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിലായാലും 10-12ഓളം ലേഡീസ് വേറെ ഉണ്ട് നമുക്ക് സ്റ്റാഫായിട്ട്. അപ്പം ഇത്രയും പേർക്ക് നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. ഇത്രയും പേര്, അതായത് ഒരു വീട്ടമ്മയായിരുന്ന ഒരു വ്യക്തി എംപവേർഡ് ആയ കൂട്ടെ ഇത്രയും ആൾക്കാർ ഇപ്പം 150, 115 ഏകദേശം 175 പേരെയും കൂടെ എംപവേർഡ് ആക്കുക എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായ കാര്യമല്ല. ഇപ്പൊ കുറുക്കുമീൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം. ഇനി എന്താണ് ഭാവി പ്ലാൻസ്? ഇപ്പം നമുക്ക് കസ്റ്റമേഴ്സ് തന്നെ ഒരു 35,000-ൽ പുറത്ത് കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റീസെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഉണ്ട് റീസെല്ലേഴ്സ് ആയിട്ട്. പിന്നീട് നമുക്ക് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇപ്പോൾ മുന്നോട്ട് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഓൾ ഇന്ത്യ അല്ല, അതുപോലെ തന്നെ നമുക്ക് എക്സ്പോർട്ടിങ് ഉൾപ്പെടെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ജെനുവിൻ ആയിട്ടുള്ള ആളുകളെ, അതായത് പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഓൾറെഡി നമ്മുടെ ലുലു പോലത്തെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഉണ്ടല്ലേ? അതെ. ഇപ്പൊ ലുലുവിലുണ്ട്, അതുപോലെ തന്നെ നമുക്കിപ്പോ ആമസോണിലുണ്ട്, പിന്നെ ഗീതാസ് ഹോം ടു ഹോം എന്നുള്ള വെബ്സൈറ്റ് വഴി നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ പോസ്റ്റ് വഴി നമ്മൾ ഓൾ ഇന്ത്യ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു അംബിഷൻ എന്ന് പറയുന്നത് ഓൾ ഓവർ വേൾഡിൽ ഈ ഒരു കുർക്കുമീൽ എന്നുള്ള പ്രോഡക്റ്റ് എത്തുക എന്നുള്ളതാണ്. കാരണം ഇതൊരു ജെനുവിൻ പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഹെൽത്ത് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പൊ ഇത് വേൾഡ് ലെവലിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ അംബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുർക്കുമീലിനെ ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ആക്കി മാറ്റണം, അതാണ് നമ്മുടെ ഗീത ചേച്ചിയുടെ വിഷൻ. ചേച്ചി, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്കും ആൾക്കാർ അതൊക്കെ എക്സ്ക്യൂസസ് ആയിട്ട് കണ്ട് പിന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ചേച്ചിയാണെങ്കിൽ ജീവിതത്തിൽ വന്ന ഓരോ വെല്ലുവിളികളായിക്കോട്ടെ, ഡിഫിക്കൽട്ടീസ് ആയിക്കോട്ടെ, എല്ലാം ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. അപ്പം നമ്മുടെ വ്യൂവേഴ്സിന് എന്താണ് ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് ചേച്ചിക്ക് ഒരു അനുഭവം പകർന്നു കൊടുക്കാനുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ ജനിച്ചത് മുതൽ മരണം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ജീവിതം പോയത്. കാരണം ഒരു നിമിഷം മതി നമ്മുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പ്രോബ്ലം വരുമ്പോഴും അത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 13 വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ട സമയത്ത് നമുക്ക് പെട്ടെന്നൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. കാരണം നമ്മുടെ കണ്ണിൽ മുന്നിൽ നിന്ന് എല്ലാം മാഞ്ഞു പോകാണ്. പക്ഷെ അത്
നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം സിമ്പിളാണ്. അതാണ് എൻ്റെ ഒരു ലൈഫ് കൊണ്ട് എനിക്ക്. ഇപ്പം നമ്മൾ സംരംഭം ചെയ്യുന്നു, ഈ സംരംഭത്തിൽ ഇതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിളുകൾ വരുന്നുണ്ട്. അപ്പം ചില സന്ദർഭങ്ങളിൽ നമുക്ക് നിർത്തി പോകാൻ തോന്നും, അത്ര സ്ട്രഗിളൊക്കെ വരുമ്പോൾ. പക്ഷെ അവിടെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ലക്ഷ്യമുണ്ട്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊന്നും നമ്മുടെ ഒരു പ്രോബ്ലം അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചേച്ചി പറഞ്ഞു വരുന്നത്, നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ലക്ഷ്യം മറക്കാതെ നമ്മൾ മുന്നോട്ട് തന്നെ നടക്കണമെന്ന് അല്ലേ ചേച്ചി? അതെ, അവിടെ നമ്മുടെ ഈ പ്രോബ്ലംസ് ഒന്നും ഒരു പ്രോബ്ലം അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കാഴ്ച പരിമിതി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും പരിമിതിയാണെന്ന്, പക്ഷെ എൻ്റെ മുന്നിൽ ഒരിക്കലും ഒരു പരിമിതിയല്ല. അതിനെ ഞാൻ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ എപ്പോഴും നിങ്ങളെല്ലാവരും അങ്ങനെ പോസിറ്റീവായിട്ടിരിക്കണം. അപ്പോൾ വീണ്ടും പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രക്കിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം.